പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്ര നിർമ്മാണമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് മതരാഷ്ട്രവാദത്തെ ശക്തമായി എതിർത്തതുകൊണ്ടാണ്. എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടാണ് സംഘപരിവാർ രാജ്യത്ത് ശക്തിപ്പെട്ടുവന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ തൃപ്പൂണിത്തുറ നടക്കാവിൽ നടന്ന LDF പൊതുയോഗത്തിൽ പറഞ്ഞു. രാജ്യത്തെ മതരാഷ്ട്രമാക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയിലേക്കുള്ള കൈവഴിയാണ് പൗരത്വ നിയമ ഭേദഗതി. ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്തത് ഇടതുപക്ഷമാണ്. പൗരത്വ നിയമ ഭേദഗതി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന മതരാഷ്ട്രവാദത്തെ അടിവരയിടുന്നതാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്താ അറിയോ? അത് മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന കടമയാണ് നിർവഹിക്കുക. മതരാഷ്ട്രമാക്കാൻ ഞങ്ങൾ അനുവദിച്ചില്ല എന്ന RSSന്റെ കുറ്റപത്രമാണ് ഗാന്ധിയെ കൊന്നത്. BJP വിരുദ്ധ വോട്ടുകൾ ഓരോ സംസ്ഥാനങ്ങളിലും ഛിന്ന ഭിന്നമാവാതെ പോയാൽ രാജ്യത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്താം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ ഒരുപോലെ പരിശ്രമിക്കുന്നവരാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനത്തെ പ്രതിപക്ഷവും. ഏക സിവിൽ കോഡിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. എന്നാൽ കോൺഗ്രസ് ഇതിനെതിരെ ഒരൊറ്റ അക്ഷരം പോലും മിണ്ടിയില്ല. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏക സിവിൽ കോഡ്. ആ ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം ഞങ്ങൾ നടത്തില്ല എന്ന് CPIM പറഞ്ഞു, CPI പറഞ്ഞു. കോൺഗ്രസ് മിണ്ടിയില്ല. 370 വകുപ്പ് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചില്ല കോൺഗ്രസ് പ്രകടന പത്രികയിൽ. ഞങ്ങൾ പറഞ്ഞു 370 വകുപ്പ് പ്രത്യേക പദവി കൊണ്ടുവരണം എന്ന്. സംഘപരിവാറിനെ പേടിച്ച് വയനാട്ടിൽ സ്വന്തം പാർട്ടിയുടെ കൊടി ഉപയോഗിക്കാനുള്ള ധൈര്യം പോലും കോൺഗ്രസിനില്ല. ദേശീയ നേതാവ് മത്സരിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിയുടെ കൊടി പോലും ഉപയോഗിക്കാനുള്ള ധൈര്യമില്ലാത്ത പാർട്ടിക്ക് എങ്ങനെയാണ് ഫാസിസത്തെ നേരിടാനാവുക? സംഘപരിവാറിന്റെ B ടീമായി കോൺഗ്രസ് മാറിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.